ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഈ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുന്നത് ഒരു ദൈവം ആയിട്ടാണ് ഇവിടെ മാക്സിമം നമ്മളെല്ലാവരും കാണുന്നത്. പക്ഷേ ഇതേ കുട്ടിച്ചാത്തൻ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് അതേ കുട്ടിച്ചാത്തൻ എന്നുള്ള പേരുള്ള ഒരു സംഭവത്തെ തമിഴ്നാട്ടിൽ ആൾമോസ്റ്റ് ഒരു 90% അവിടെ ഉള്ളവർ വന്നിട്ട് അതിനെ കാണുന്നത് ഒരു പ്രേതമായിട്ടും നെഗറ്റീവ് എനർജിയുമായിട്ടുമാണ് അതിനെ കാണുന്നത്. ഈ കുട്ടിച്ചാത്തൻ ഒരു അമ്മയുടെ ദേഹത്ത് കയറുകയും അതിനുശേഷം ചെയ്ത ക്രൂരതകളും ഇതേ കുട്ടിച്ചാത്തൻ ഇതിനു മുൻപ് 17 കുടുംബങ്ങളെയാണ് നശിപ്പിച്ചിരിക്കുന്നത്. സോ ഇതെല്ലാം തന്നെ പറയുന്നത് ഈ കുട്ടിച്ചാത്തൻ തന്നെയാണ്. ആ വീഡിയോ ഉൾപ്പെടെ ഞാൻ നമ്മുടെ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ് സംഭവിച്ചതെന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഞാനത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് അവിടെ സംഭവിച്ചത്. ഫസ്റ്റ് ഞാൻ വന്നിട്ട് കാര്യം പറയാം, ഇതെന്താണ് എവിടെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വന്നിട്ട് അരുൾവാക്ക് സ്വാമിജി എന്ന് പറയുന്ന ഒരു അദ്ദേഹം വന്നിട്ട് ഈ പ്രേതങ്ങളെയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു അമ്പലം ഉണ്ട്. ആ അമ്പലത്തിൽ വെച്ച് പ്രേതങ്ങളെയൊക്കെ ഒഴിപ്പിക്കുന്ന കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആദ്യമേ തന്നെ ഈ ഒരു വ്യക്തി ആ കുട്ടിച്ചാത്തൻ ദേഹത്ത് കയറിയ അമ്മയോട് ചോദിക്കുന്നുണ്ട്, കുട്ടിച്ചാത്തൻ അല്ലയോ, ശരിക്കും കുട്ടിച്ചാത്തൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് ആ അമ്മയുടെ നടത്തവും ചിരിയും ആ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, ടോട്ടൽ ചേഞ്ച് ആയിരുന്നു. ബോഡിയുടെ ആ ലാംഗ്വേജ് തന്നെ ടോട്ടൽ ഡിഫറൻ്റ് ആയിരുന്നു. നിങ്ങളിത് കണ്ടു നോക്കത്. മാക്സിമം ചില ഫുട്ടേജുകൾ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ചില ഓവറായിട്ടുള്ള ചില ഫുട്ടേജുകളുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് അതൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ മാക്സിമം കാണിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ നിങ്ങളിപ്പോൾ കണ്ടു കാണും ആ ഒരു അമ്മയുടെ ആ ഒരു ബോഡി ലാംഗ്വേജും ആ ചിരിക്കുന്ന ചിരിയും ആ കൈയുടെ ആ ഒരു ആക്ഷനും ഇതൊക്കെ വന്നിട്ട് പ്രോപ്പറായിട്ട് ഒരു കുട്ടിച്ചാത്തൻ ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആ ഒരു അമ്മ ചെയ്യുന്നതും. സോ അപ്പോഴത്തെ ഉള്ള സൗണ്ട് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന സൗണ്ട്, ചെയ്യിപ്പിക്കുന്ന ആ രീതി, സോ ഇതെല്ലാം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ആടാന്നുള്ളൊരു സെക്കൻഡ് നമ്മൾ പേടിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ അത്ഭുതകരമായിട്ട് നോക്കി നിന്ന് പോകും ഈ സംഭവങ്ങളൊക്കെ. സോ ഇത് സ്റ്റാർട്ടിങ് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, ഇനി എന്തിനാണ് ഈ ഒരു സ്ത്രീയുടെ ദേഹത്ത് കയറിയെന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന കുട്ടിച്ചാത്തൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ദേഹത്ത് വന്നിട്ട് 20 വർഷമായി. ഈ ഭാര്യ, അതായത് ആ കുട്ടിച്ചാത്തൻ കയറിയിരിക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ വന്നിട്ട് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കരുത് എന്ന നോക്കത്തിലാണ് ഈ ഒരു കുട്ടിച്ചാത്തൻ ആ സ്ത്രീയുടെ ദേഹത്ത് കയറിയിരിക്കുന്നത്. ഇതിലും വലിയ ക്രൂരത എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിച്ചാത്തന് ഈ ദേഹത്ത് കയറിയതിന് ശേഷം രാത്രി സമയങ്ങളിൽ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഉപദ്രവങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ആ സമയത്ത് പറയുന്നുണ്ട്, രാത്രി സമയമാകുമ്പോൾ ഈ സ്ത്രീയുടെ കഴുത്തുഭാഗത്ത് കയറി നിന്ന് ചവിട്ടി നിൽക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ നന്നായിട്ട് കഴിപ്പിക്കത്തില്ല, ഉറക്കം കൊടുക്കത്തില്ല, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഈ കുട്ടിച്ചാത്തൻ പറയുന്നുണ്ട്. ഈ സ്ത്രീയുടെ ദേഹത്ത് കയറിയിട്ട് ഈ കുട്ടിച്ചാത്തൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ വേറൊരു ഷോക്കിംഗ് ആയിട്ടൊരു സംഭവം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കണോ അതോ അത് എത്രമാത്രം സീരിയസ് ആയിട്ട് എടുക്കണോ എന്നുള്ളത് നിങ്ങളതിനെ തീരുമാനിക്കുക. ആ കുട്ടിച്ചാത്തന് ആ സ്ത്രീയുടെ ദേഹത്ത് കയറിയിട്ട് 20 വർഷമായെന്നല്ലേ പറയുന്നത്. ഈ 20 വർഷമായിട്ടും ഈ കുട്ടിച്ചാത്തന് ആ സ്ത്രീയെ സ്വന്തം ഭാര്യയെ പോലെയാണ് കണക്ക് ആക്കിയിരിക്കുന്നത്. സോ നിങ്ങൾ വന്നിട്ട് ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാം. സോ അങ്ങനെയാണ് ആ സ്ത്രീയെ യൂസ് ചെയ്തിരിക്കുന്നത്. രാത്രി സമയങ്ങളിലായിക്കോട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമായിരിക്കും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. സോ ഇത് നമ്മൾ നോർമലി കേട്ടിട്ടുള്ള ഒരു സംഭവങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഒന്നുമല്ല. അതിലുപരി വന്നിട്ട് അതേ ആ സ്ത്രീയുടെ ഉള്ളിലിരിക്കുന്ന ഒരു കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന നെഗറ്റീവ് എനർജി പറയുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു സ്ത്രീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ അല്ലെങ്കിൽ കള്ളമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ വന്നിട്ട് സ്വന്തം എന്നെ തന്നെ വേറൊരു നെഗറ്റീവ് എനർജി ഉപയോഗിച്ചു എന്നുള്ളത് കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോഴാണ് ഈ ഒരു വ്യക്തി, ഞാൻ ഈ പറഞ്ഞ ആ സ്വാമിജി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുന്നത്, ഇതിനു മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ 17 കുടുംബത്തെയാണ് ഞാൻ ഇതുവരെ നശിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് 17 കുടുംബങ്ങളെ ഈ കുട്ടിച്ചാത്തൻ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
17 കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആ സ്കെയിലൊന്ന് ആലോചിച്ച് നോക്കി. അത് എത്രമാത്രം ആൾക്കാരുടെ ലൈഫായിരിക്കും അത്. സോ നീ വന്നിട്ട് ദേഹത്ത് കയറിയിട്ടുണ്ട്. ഇതൊക്കെ ആരാണ് ചെയ്യിപ്പിച്ചത് നിന്നെ കൊണ്ട്? അതായത് ഈ ഒരു സ്ത്രീയുടെ ദേഹത്ത് നീ വരണം, നീ കയറണം, എന്നിട്ട് ഈ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കണമെന്ന് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആരാ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ കുറേ മന്ത്രവാദം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. സോ അവരെ ഉദ്ദേശിച്ചാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഈ കുട്ടിച്ചാത്തൻ പറയുന്നത് എന്നെ ആരും വന്നിട്ട് ഇതിലോട്ട് വന്നിട്ട് വിട്ടതല്ല, എന്നെ പറഞ്ഞയച്ചതല്ല, ഞാൻ സ്വയമേ വന്നതാണെന്നാണ് പറയുന്നത്. ഇനിയാണ് ട്വിസ്റ്റ്. ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഓക്കെ നടന്നെല്ലാം നടന്നു, നീ ചെയ്തതെല്ലാം ചെയ്തു, ഇനിയും ഈ ശരീരത്തിൽ നിൽക്കാൻ പാടില്ല, ഈ സ്ത്രീയെ വിട്ടു പോകണം, ആ സ്ത്രീ ജീവിക്കാനുള്ളതാണ്, ആ സ്ത്രീക്ക് ഒരു ഭർത്താവുണ്ട്, അവരുമായിട്ട് ജീവിക്കേണ്ടതാണ്. സോ ഈ ശരീരത്തിൽ നിന്നും നീ പോയി മാറിക്കിട്ടും, പോയി തരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിച്ചാത്തൻ പറയുന്നത്, അപ്പോൾ അത് പോയി തരണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിച്ചാത്തൻ പറയുന്നത് കുറച്ച് നേരം നിന്ന് ആലോചിച്ചിട്ട് പറയും, എനിക്ക് ഈ അമ്പലത്തിലെ ദൈവം വേണമെന്ന് പറയും. ആ അമ്പലത്തിൽ ദൈവം എന്ന് പറയുന്നത് ഒരു പെണ്ണാണ്. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടിച്ചാത്തന് സ്ത്രീകളോട് ഉള്ള ആ ഒരു അട്രാക്ഷനാണ് ഇതിന് കാരണം തന്നെ. അങ്ങനെ ഇരിക്കുന്ന കുട്ടിച്ചാത്തൻ അതേ അമ്പലത്തിലുള്ള ദൈവത്തെ വേണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള സംഭവമാണെന്നുള്ളത്. അത്രയും പേടിക്കാതെ ധൈര്യത്തോടാണ് ചോദിക്കുന്നതും കൂടി. ബട്ട് അതിനുള്ള ഒരു 1.5 റീപ്ലേ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും അതൊന്നും തരാൻ പറ്റത്തില്ല, നീ വേറെ എന്തെങ്കിലും ചോദിക്ക്, അതൊന്നും തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരു വയറ് വേണം, എനിക്ക് വന്നിട്ട് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വയറ് വേണമെന്നാണ് പറയുന്നത്. സോ ആ സമയത്ത് അദ്ദേഹം പറയുന്നത് തിരുച്ചിയിലുള്ള OMR സുടുകാടെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, വളരെ ഫേമസ് ആണ്. ഒരു ദിവസം തന്നെ ഇഷ്ടക്കണക്കിന് ഡെഡ് ബോഡീസാണ് അവിടെ കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നത്. അത് ഭയങ്കര ഇതിന് പേര് കേട്ട ഒരു സുടുകാടാണ്. ഡെയിലി ഹയ്യസ്റ്റ് റെക്കോർഡ് വന്നിട്ട് ഡെഡ് ബോഡീസ് കത്തിക്കുന്ന ഒരു സുടുകാടാണത്. ആ ഒരു സ്ഥലത്തിൽ വന്നിട്ട് ഇഷ്ടം പോലെ ഡെഡ് ബോഡീസ് ഉണ്ട്. അവിടെ കത്തിക്കാൻ കൊണ്ടുവരുന്ന ശവത്തിൻ്റെ വയറിൽ നീ കയറിപ്പോക്കോ, അവിടെ ഇഷ്ടം പോലെ വയറുകളുണ്ട്, നിനക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ കുട്ടിച്ചാത്തൻ, ഈ സ്ത്രീയുടെ ദേഹത്ത് കയറിയിരിക്കുന്ന കുട്ടിച്ചാത്തൻ പറയും, ഇല്ല അതൊന്നും പറ്റത്തില്ല, എനിക്ക് ഇപ്പം തന്നെ എനിക്ക് എത്ര ദൂരം പോകാൻ പറ്റത്തില്ല, ഈ ശരീരത്തിൽ നിന്ന് എനിക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ വേറൊരു വയറ് വേണമെന്ന് പറയുമ്പോൾ അവിടെ കൊടുക്കും. അവിടെ വന്നിട്ട് ഒരു 1.5 അടി കൊടുക്കും, നല്ല പുറം വഴി കൊടുക്കും അടി. സോ ഞാൻ ഇടയ്ക്ക് കാണിച്ചിരിക്കുന്ന ഫുട്ടേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കയ്യിൽ വന്നിട്ട് ചൂരടി പോലത്തെ ഒരു സംഭവമുണ്ട് കയ്യിൽ, അത് വെച്ചിട്ട് കൊടുക്കുന്ന കൊടുപ്പിലാണ് പിന്നെ എനിക്ക് വേണ്ട ഞാൻ വേറെ അടുത്ത് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇദ്ദേഹം വന്നിട്ട് എല്ലാ ആത്മാക്കളോടും സംസാരിച്ചിട്ട് അവസാനമായിട്ട് ചോദിക്കും, പറയിപ്പിക്കും, സത്യം മേടിക്കും, ഇനി മേലെ വന്നിട്ട് ഈ ശരീരത്തിൽ ഞാൻ കയറത്തില്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് സത്യം മേടിക്കും. അങ്ങനെ കർപ്പൂരം കത്തിച്ചിട്ട് സത്യം മേടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന സമയത്ത് ഈ കുട്ടിച്ചാത്തൻ വന്നിട്ട് ഒരു വിയേർഡായിട്ടുള്ള ഒരു റിയാക്ഷൻ, ഒരു ബോഡി ലാംഗ്വേജ് ഒന്ന് കാണിക്കും, ഒരു ബിഹേവിയർ ഒന്ന് അവിടെ ചെയ്യും. അത് കാണുമ്പോൾ നമുക്ക് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു സംഭവം തോന്നും, എന്തോ അവിടെ കാണിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. അതേപോലെ ഒരു സംഭവം കാണിക്കും. അപ്പോൾ നാക്കൊക്കെ പുറത്തോട്ട് നീട്ടിയിട്ട് ഒരുമാതിരി ഒരു സംഭവം കാണിക്കും. ആ സമയത്ത് വന്നിട്ട് അദ്ദേഹം ഒരു ട്രീറ്റ്മെൻ്റ് ഒന്ന് കൊടുക്കും. അപ്പോഴാണ് അതൊന്ന് മാറിക്കിട്ടുന്നത്. എനിക്കതൊന്നും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് ചില യൂട്യൂബിലും ചില കമ്മ്യൂണിറ്റി ഇഷ്യൂസ് ഉണ്ട്, അതെനിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പ്രോബ്ലം ആകും. അതാണ് ഞാൻ ഡീറ്റെയിൽഡ് പറയുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂരോടി കൊണ്ട് തന്നെ പുറം വഴിയാണ് അടിക്കുന്നത്. അടിക്കുന്ന അടുപ്പിൽ വന്നിട്ട് അത് മാറിക്കിട്ടും. പിന്നീട് ഈ കർപ്പൂരം കത്തിച്ചിട്ട് അതിൽ സത്യം ചെയ്യാൻ പറയുമ്പോഴാണ് ഈ കുട്ടിച്ചാത്തൻ വന്നിട്ട് സത്യം അതായത് ഇനി മേലെ ഞാൻ തിരിച്ച് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ദൈവത്തിൻ്റെ പേരുണ്ട്, ആ ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണ് സത്യം ചെയ്യേണ്ടത്. അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ കേട്ട് ഇവർ പറഞ്ഞിട്ട്, അതായത് ഈ കുട്ടിച്ചാത്തൻ പറഞ്ഞിട്ട് വേണം സത്യം ചെയ്യാൻ. അവിടെ വരുന്ന എല്ലാ ആത്മാക്കളോടും ഇങ്ങനെ തന്നെയാണ് സത്യം മേടിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം വന്നിട്ട് കർപ്പൂരം കത്തിച്ചിട്ട് സത്യം ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അത് മാത്രം പറയാതെ തിരിച്ച് ഇനി വരുത്തില്ല എന്നത് ഒഴികെ ബാക്കിയെല്ലാം പറഞ്ഞിട്ട് സത്യം ചെയ്ത് അപ്പോൾ ഒരു അടി കൊടുക്കും. അത് 1.5 അടിയാണ്. അത് ആ വീഡിയോ കണ്ട എനിക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഒരുമാതിരി വേദന എടുത്ത്. കാരണം നമ്മുടെ ഈ നടുവുണ്ടല്ലോ, നടുവിൻ്റെ ഈ ബാക്ക് പൊറോഷൻ താഴത്തെ അവിടെ ചൂരടി കൊണ്ട് ഒരു 1.5 അടി കൊടുക്കും. അത് ഭയങ്കര സെൻസിറ്റീവുള്ളൊരു ഏരിയ ആണ്. അവിടെ കിട്ടുന്ന ഒരു അടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എത്ര
വേദനയായിരിക്കും ആ സമയത്ത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ പോലും ആ സ്ത്രീ വന്നിട്ട് അധികം റിയാക്ഷൻ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആലോചിച്ച് നോക്കുക ആ കുട്ടിച്ചാത്തം എന്ന് പറയുന്നത് ഇത്രമാത്രം അതിനെ എടുത്തിട്ടുണ്ടെന്നുള്ളത്. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം സത്യം മേടിക്കും. അത് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ ഒരു ടൈപ്പ് ഒരു തീർത്ഥമുണ്ട്. ആ തീർത്ഥം ഉപയോഗിച്ച് അവരെ കൊണ്ട് അത് മറ്റേ തലവഴി ഒഴിച്ചിട്ട് അവരെ കുറച്ച് കുടിപ്പിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അവർ ബോധം കിട്ടി താഴോട്ട് വീഴുകയാണ്. സോ ഈ ഒരു സംഭവം വന്നിട്ട് നമുക്ക് പൊതുവേ ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഇങ്ങനെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നിങ്ങൾക്കൊരു കോമഡി ആയിട്ട് ചിലപ്പോൾ ഫീലാകും. എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക് വന്നിട്ട് തമാശയായിട്ട് ഫീലാകാം, ഇത് ചുമ്മാ ഉടായ്പ വന്ന് ഫീലാകാം. തമാശ ആയിക്കോട്ടെ, അത് വന്നിട്ട് ഉടായ്പ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷേ ഇതിന് ശേഷം വന്നിട്ട് ആ ഒരു കുടുംബം നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഇത്രയും 20 വർഷമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന കുടുംബം ഈ സംഭവത്തിന് ശേഷം, ഇത് ഒഴിപ്പിച്ചതിന് ശേഷം വന്നിട്ട് ആ കുടുംബം നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാതെ സുഖകരമായിട്ട് ജീവിക്കുന്നുണ്ട്. അതെങ്ങനെ? അത് ഫേക്കോ തെറ്റോ ശരിയോ തമാശയോ എന്തും ആയിക്കോട്ടെ, അവിടെ ഒരു കുടുംബം നന്നായില്ലേ, അത്രമാത്രം കണ്ടാൽ മതി. ഇത്രയുള്ള ഗൈസ് ഈ ഒരു വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. സോ ഈ ഒരു കുട്ടിച്ചാത്തൻ ഒരു സ്ത്രീയുടെ ദേഹത്ത് കയറിയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണിത്. ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, നമുക്ക് വന്നിട്ട് ബാക്കിയുള്ളവർക്കും അത് വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാവുമല്ലോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതായിട്ട്. ഓക്കെ ഗൈസ്, ഇത്രയുള്ള ഈ ഒരു വീഡിയോ. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളുക. അടുത്തൊരു ഗോസ്റ്റ് വീഡിയോയിൽ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്. ബൈ.